ഓണച്ചിത്രങ്ങളിൽ ഒരുപാട് നല്ല നല്ല സിനിമകൾ റിലീസിനൊരുങ്ങി. അപ്പോൾ അങ്ങനെ ഇറങ്ങിയ സിനിമകളിൽ ഒരു സിനിമയാണ് ബാഡ് ബോയ്സ്. ഒമർ ലുലുവാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. റഹ്മാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിലേക്ക് വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ആ ഒരു സിനിമ സാധാരണ രീതിയിൽ ഏതൊരു സിനിമയും എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെ പല അഭിപ്രായങ്ങളും വരുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു സിനിമ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിനിമകൾ എല്ലാവർക്കും അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ആ വ്യക്തിക്ക് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം, അതായത് ഉണ്ണി വ്ളോഗിന് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ മുന്നേ അദ്ദേഹം പങ്കുവച്ചതിന് ഈ ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ നിർമ്മാതാവ് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് തെറി പറയും, ഭീഷണിപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്തു. ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ആദ്യം കണ്ടു നോക്ക്. ഹലോ ഹലോ ഹലോ, തന്റെ പേര് ഉണ്ണി വ്ളോഗ് എന്നാണോ? അതെ. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. അപ്പൊ മൂവീസ് പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. പറയൂ. താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ, ഇട്ടില്ലേ? ആ വീഡിയോ തന്നെ 1 മണിക്കൂർ പുറം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോ പരിപാടി മോനെ നിന്റെ വീഡിയോ ആളിനെ കൊണ്ടുവരും, ഞാൻ പോലീസിനെ കൊണ്ടുവരും, ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോരും. അറിയത്തില്ല ഞാൻ 1 മിനിറ്റ് ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. നീ ഇട്ട വീഡിയോ ഇപ്പൊ 1 മണിക്കൂർ പുറം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന്. അല്ല, അതിന്റെ കാരണം എന്താന്ന് പറയും. ഇത് നിനക്ക് തരുന്ന താക്കീതാണ്. എന്നോട് മനസ്സിലാക്കല്ലോ. അല്ല, ഇതിന്റെ കാരണം എന്താണ്? നീ ഇപ്പൊ ഇട്ട വീഡിയോ എന്നാണ്? ഇപ്പൊ ഇട്ട വീഡിയോ നീ എന്നെ ഒരാഴ്ചയായിട്ട് നീ എന്നാ ഉണ്ടാക്കുമായിരുന്നു. നീ ഇപ്പൊ നീ ഇട്ട വീഡിയോ എന്നാ ഇട്ട? നീ എന്റെ പടത്തിനെ പറ്റി പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ പറഞ്ഞു. പടം മോശമായിട്ടാണ് നിനക്ക് ഫീൽ ചെയ്തോ? നിനക്ക് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു. നിന്റെ ഫീൽ ചെയ്യാൻ മാറ്റി തരാം ഞാൻ നാളെ രാവിലെ. അല്ല, എനിക്ക് ചെയ്തില്ലെങ്കിൽ മിസ്റ്റർ വ്ളോഗ് നാളെ രാവിലെ നിന്റെ അധോഗതിയായിരിക്കും. നിന്നോട് ഇപ്പൊ ഞാൻ പറയാം. അല്ല, അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. നിനക്ക് തോന്നുന്ന എഴുതിയാണ് ഞാൻ കൊടുക്കണ രൂപ മുടക്കുന്നേ. നിനക്ക് ഏത് ഗവൺമെന്റ് ഇത് നിനക്ക് പെർമിഷൻ തന്നിട്ടുള്ളേ? എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് നാളെ രാവിലെ ഞാൻ ഗവൺമെന്റ് പെർമിഷൻ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായല്ലോ? അതെന്താന്ന് ഞാൻ ചോദിക്കുന്നത്. നാളെ രാവിലെ നിന്റെ വീട്ടിൽ ഞാൻ ആളിനെ കൊണ്ടുവരാം, പോലീസിനെ കൊണ്ടുവരാം. അപ്പൊ നീ പെർമിഷൻ കാണിച്ചു. പോലീസിനല്ലേ കൊണ്ടുവരുള്ളൂ? അല്ല, പോലീസിനെ അല്ല. ഞാൻ ഇതിലിപ്പോ എനിക്ക് തോന്നുന്നത് ഉണ്ണി വ്ളോഗ് എന്ന് പറഞ്ഞ ആളുടെ ഒരു അഭിപ്രായം സിനിമയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതിൽ സിനിമ ഫീൽഡിനെ തകർക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ സിനിമ ഫീൽഡിനെ വേറെ രീതിയിലൊന്നും കണക്കാക്കിയിട്ടില്ല. പക്ഷേ ഇതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത് വ്ളോഗർമാരെന്ന രീതിയിൽ എല്ലാവരും ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷെ ഒരു സിനിമയെ ഒരു വ്യക്തിയിലൂടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ ഇഷ്ടം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, പരമാവധി ആ ഒരു ഇഷ്ടത്തിൽ എല്ലാവരും യോജിക്കണം എന്നുള്ള ഒരു ആശയം കൂടി ആ ഒരു ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്ന ആളുകളായതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബ്സ് ഉള്ള ഒരു വ്ളോഗർ ആ ഒരു സിനിമയെ കുറിച്ചിട്ട് മോശമായ രീതിയിലാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്രയും പ്രേക്ഷകർക്ക് ആ ഒരു സിനിമ കാണാനുള്ള ആ ഒരു ഇഷ്ടം പോയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. പിന്നെ ഇപ്പം ഇതിൽ വരുന്നത് ഉണ്ണി വ്ളോഗ് അദ്ദേഹം ആ പല സിനിമകളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല സിനിമകളും അദ്ദേഹം പൊട്ടയെന്ന് പറഞ്ഞിട്ടും സിനിമകൾ വിജയിച്ച സിനിമകളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവിടെ ഒരു സബ്ജക്റ്റ് അല്ല. പറഞ്ഞു വരുന്നത് ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. പക്ഷേ നിർമ്മാതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു വിഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കോടികൾ മുടക്കിയിട്ടുള്ള ഒരു ഇത്രയും വലിയ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് കുറ്റം പറയുമ്പോൾ ആരായാലും, ഇപ്പൊ നമ്മളായാലും നമ്മൾ ഇത്രയും കാശ് ചെലവാക്കിയിട്ട് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അത് തന്നെയാണ് ഇവിടെ നടന്നത്. പക്ഷെ പേഴ്സണലി അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഇയാളത് റെക്കോർഡ് ചെയ്തിട്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ ആ ഒരു ഭീഷണി അദ്ദേഹത്തിന് ഒരു വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ മറുവശം വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പേടിച്ചുകൊണ്ട് തന്നെയാണോ അത് ഡിലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട് എനിക്ക്. അപ്പൊ നിർമ്മാതാവ് വിളിച്ചു മിരട്ടിയപ്പോൾ അദ്ദേഹം പേടിച്ചു എന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോ അദ്ദേഹത്തിന്റെ ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒരിക്കലും അത്ര ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വീഡിയോ അദ്ദേഹം അവിടെ പോസ്റ്റ് ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ്. ആരുടെ ഭീഷണിപ്പെടുത്തിയാലും ഞാൻ അതിന്റെ ഒരു അഭിപ്രായമാണ്, അത് ഇടും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൽ അദ്ദേഹം അവിടെ നിൽക്കണം എന്നുള്ളതായിരുന്നു. ഇതിപ്പോ ബ്ലോഗർമാർക്കും ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ഇല്ലാത്തൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഉണ്ണി വ്ളോഗ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്.